Hi students, Assalamu alaikum. How are you? Our examinations are over. Today we will resume our class. Are you ready? We have completed 7 chapters in the Islamic Padavari book. Okay, today we are going to take chapter number 8. Rogasandarshanam, Mayyit Paripalanam. Take your book and go to page number 33. എല്ലാവരും MS2 പുസ്തകം എടുത്തിട്ട് പേജ് നമ്പർ 33 എടുക്കാം. അവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് രോഗസന്ദർശനം, മയ്യത്ത് പരിപാലനം, 2 ഘട്ടങ്ങളാണ്. രോഗസന്ദർശനം, രോഗിയായവരൊക്കെ മരിക്കുമോ? അപ്പം മരിക്കൂല, പിന്നെ മരിക്കൂലേ? മരണം, ഈ പാഠം നമ്മളെ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെയും അതേപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. മരണബോധം ഉണ്ടാക്കുക എന്നതാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം. കാരണം എന്താ? ഈ മരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും മരിക്കൂലേ? മരിക്കാത്തവരുണ്ടോ? നിങ്ങൾക്കറിയോ? ആരെങ്കിലും ഉണ്ടോ അവിടെ മരിക്കാത്തത്? ഇല്ല, എല്ലാവരും മരിക്കും അല്ലേ? മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചാൽ മരണം ഉറപ്പാണ്. നമ്മൾ എത്ര വലിയ സുരക്ഷിതമായൊരു കോട്ടക്കകത്ത് പോയി ഒളിച്ചിരുന്നു, അല്ലെങ്കിൽ വലിയ ഒരു ടിന്നിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരും കാണാൻ കഴിയാതെ, ആർക്കും വന്ന് നമ്മളെ കാണാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടും എന്ന് ഖുർആനിലുണ്ട് അല്ലേ? പിന്നെ നമുക്ക് അനുഭവമാണത്, നമ്മൾക്കെല്ലാവർക്കും അനുഭവമാണ്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്നു, എന്നാൾ മരിച്ചു, അപ്പുറത്ത് നമ്മളെ അയൽവാസി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലേ? ഇപ്പോൾ ഇന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ബോധ്യമാണ്. അപ്പോൾ രോഗസന്ദർശനം, അതും നമ്മളെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമാണ്. രോഗമായാൽ സന്ദർശിക്കാൻ, അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലേ? ഇന്ന് നമ്മളെല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറിയതിൻ്റെ ഒരു കാരണം എന്താ? ഒരു വലിയ മഹാമാരി അല്ലേ? COVID-19 എന്നൊരു വലിയ പാൻഡമിക് നമ്മളെ എല്ലാവരെയും വലിഞ്ഞു മുറുക്കി, അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ രോഗങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം, വലിയ വിപത്താണിതിൽ. അപ്പോൾ ഇതല്ലാത്ത രോഗങ്ങളും നമുക്ക് പരിചയമുണ്ടാകും. ചെറിയ തലവേദന, അല്ലെങ്കിൽ പനി, അതേപോലെയുള്ള മാരകമായ ക്യാൻസറുകൾ, ഇതേപോലെയുള്ള രോഗങ്ങൾ. അങ്ങനെ രോഗിയായി ഹോസ്പിറ്റലിലോ വീട്ടിലൊക്കെ വിശ്രമിക്കുന്ന ആളുകളെ നമ്മൾ സന്ദർശിക്കാറുണ്ട് അല്ലേ? അങ്ങനെ സന്ദർശിക്കണം, അതൊരു പ്രവാചക ചര്യയാണ്. അങ്ങനെ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ആശ്വസിപ്പിക്കണം. അവരെ പോയിട്ട് ഭീഷണിപ്പെടുത്തല്ലോ, ഇപ്പം എൻ്റെ കഥ ഇപ്പം കഴിയിട്ടോ, മരിക്കാനായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പേടിപ്പിക്കല്ല വേണ്ടത്, അയാളെ തൊട്ട് സമാധാനിപ്പിക്കുക. ഇനി നിങ്ങൾ ചാപ്റ്റർ നോക്കുക. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് നോക്കുക. കണ്ണു പൊത്തി കളിച്ചിട്ടുണ്ടോ? കണ്ണു കെട്ടിയാൽ പിന്നെ കൂട്ടുകാരെ ഒന്നും കാണാനാവില്ല. തപ്പിയും തടഞ്ഞും നടക്കേണ്ടി വരും. കളി കഴിഞ്ഞ് കെട്ടഴിച്ചാൽ എന്തൊരാശ്വാസമാണല്ലേ. കണ്ണില്ലാത്തവരെ കണ്ടിട്ടുണ്ടോ? ജീവിതം മുഴുവൻ അവർക്ക് തപ്പിയും തടഞ്ഞും മാത്രമേ നടക്കാനാവൂ. അപ്പോൾ കണ്ണുണ്ടെങ്കിൽ അതിൻ്റെ വില അറിയുള്ളൂ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ ഭൂമിയിൽ സാധാരണ മനുഷ്യരെ പോലെ സുഖമായി ജീവിക്കാൻ കഴിയാത്തവർ ധാരാളമുണ്ട്. കാത് കേൾക്കാത്തവർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ അറിയാം, അയാൾക്ക് ചെവി കേൾക്കില്ല. അയാളെ നമ്മൾ വിളിക്കണ്ടേ? നമ്മൾ എന്ത് അലറി വിളിച്ചിട്ടും അയാൾ കേൾക്കുമോ? അയാളെന്താ, എന്തെങ്കിലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് പേരും നമുക്ക് വിളിക്കാം അല്ലേ? പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? പാടില്ല. പക്ഷെ അയാൾ കേൾക്കൂല അല്ലേ? ഇപ്പോൾ കേൾക്കാനാവാത്ത ഒരാളെ എന്ത് ചെയ്യുക? ആംഗ്യത്തിലൂടെ അയാളെ തൊട്ടിട്ടോ അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതേപോലെ നടന്നു പോകാനും ഓടിക്കളിക്കാനും കഴിയാത്തവർ അല്ലേ? കാലിന് അസുഖമുള്ളവർ, കാല് മുറിച്ചു മാറ്റേണ്ടി വന്നവർ അല്ലേ? ഓടാൻ പറ്റാത്തവർ, ചാടാൻ പറ്റാത്തവർ അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് അല്ലേ? ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ
എണ്ണിയാൽ നിങ്ങൾക്ക് എണ്ണാൻ പറ്റൂല, അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യം തന്ന അള്ളാഹുവിന് നാം എത്ര നന്ദി പറയണം. നമ്മളെക്കാൾ ആരോഗ്യമില്ലാത്തവരെ കാണുമ്പോഴേ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിലയും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹവും ശരിക്ക് ബോധ്യപ്പെടും. അല്ലേ? നടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ഊന്നുവടിയുമായി നടക്കുന്ന ഒരാളെ നമ്മൾ പരിഹസിക്കും, അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. അതേപോലെ മാനസികമായി ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിച്ച്, അല്ലേ? നമ്മളെല്ലാവരും കൂടി ഉറക്കെ വിളിച്ച് ഭ്രാന്ത എന്ന് വിളിച്ച് കളിയാക്കും, അല്ലേ? അത് ഒക്കെ എന്താ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഒരു ഒരൊറ്റ സെക്കൻഡ് മതി നമുക്ക് ബുദ്ധിയൊക്കെ മറിഞ്ഞു പോകാൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണമെന്ത്? അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് നന്ദിയുള്ളവരാവണം നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പലപ്പോഴും ആശുപത്രികൾ സന്ദർശിക്കണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ, രോഗികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അള്ളാഹു നമ്മുടെ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. രോഗികളായ കൂട്ടുകാർ, അയൽവാസികൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എന്നിവരുടെ അടുത്തേക്ക് ചെല്ലുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും സുഖമാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ കടമയാണ്, അല്ലേ? രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ അയൽപ്പക്കത്തൊക്കെ ഉണ്ടാവും, നമ്മളെ കുടുംബങ്ങളിലുണ്ടാവും. നിങ്ങൾക്കങ്ങനെ പോയിട്ടുണ്ടാകും, നിങ്ങൾക്കങ്ങനെ ശീലം ഉണ്ടാകും. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ മരുന്ന് വാങ്ങാൻ സഹായിച്ചിട്ടുണ്ടാകാം. ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ നിങ്ങൾ കൈ ഉയർത്തി അയാളെ താങ്ങി നിർത്താൻ സഹായിച്ചിട്ടുണ്ടാകാം, അല്ലേ? അയാളുടെ ഡ്രസ്സ് ശരിയാക്കി കൊടുത്തിട്ടുണ്ടാകാം. കിടക്കുന്ന കട്ടിലിൽ തലയിണ ശരിക്ക് വെച്ച് കൊടുക്കാൻ, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെ അവരെ ആശ്വാസമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണത്? ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും പഠിക്കണം. ഇതല്ലാതെ മറ്റു പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഇത് വളരെ വേറൊരു പ്രാർത്ഥന ഉള്ളത് കുറച്ചും കൂടി ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പ്രാർത്ഥന പഠിച്ചാൽ മതി. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇതെപ്പോഴാണ്? ഭക്ഷണം കഴിക്കുമ്പോഴാ? അല്ല, ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ബഅസ എന്നാണ് എന്താ? നോ പ്രോബ്ലം, സാരല്ല. ഇൻഷാ അല്ലാഹ് ലാ ബഅസ തഹൂറുൻ, ഇത് ശുദ്ധീകരിക്കും. ഈ രോഗം എന്തിനെ? നമ്മളെ പാപത്തെ. രോഗമുണ്ടായപ്പോൾ ക്ഷമൊക്കെ കൈക്കൊണ്ടാൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് മരുന്ന് കുടിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ അത് ഈ രോഗം കൊണ്ട് നമ്മളെ അസുഖങ്ങളൊക്കെ, നമ്മളെ പാപങ്ങൾ തന്നെ മാറും. അങ്ങനെ ആ രൂപത്തിലുള്ള ആശ്വാസ വചനങ്ങളാണ് നമ്മൾ പറയേണ്ടത്. സാറല്ലട്ടോ, മാറിക്കോളൂട്ടോ, വിഷമിക്കണ്ടട്ടോ, മാറി വരുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ നല്ല മാറ്റം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാക്കുകൾ പറയാം. അപ്പോൾ നിങ്ങൾ രോഗിയായ കൂട്ടുകാരനെയും ബന്ധുക്കളെയും ഇപ്രകാരം സന്ദർശിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ സന്ദർശിക്കാൻ മറക്കരുത്. ഇപ്പോൾ നമുക്കൊക്കെ പുറത്തു പോകുന്നതിന് കുറേ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ മതിയാവും. എന്നാലും നമ്മളെ ഇപ്പോൾ ഈ പാൻഡമിക് അല്ലാത്ത മറ്റ് അസുഖങ്ങളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? പോയി സന്ദർശിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് നമ്മൾക്ക് നമ്മളെ കൊണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഇനി അനുഭവം പറയാം. ആശുപത്രിയിലോ വീട്ടിലോ രോഗം ബാധിച്ച് കിടക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? അത് ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ല ഇവിടെ. അതോ നിങ്ങളങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടാവും, അല്ലേ? ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും അസുഖം കാണാൻ. നിങ്ങളവിടെ ഇവിടെയൊക്കെ മാറി നിന്നിട്ട് നിങ്ങൾ പല കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും നമ്മൾ പോയതിൻ്റെ ലക്ഷ്യം, നമ്മളെ ഉമ്മാൻ്റെ ഒപ്പോ ഉപ്പാൻ്റെ ഒപ്പോ അല്ലെങ്കിൽ കാക്കാൻ്റെ താത്താൻ്റെ ഒക്കെ ഒപ്പം പോയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി പോകുമ്പോൾ രോഗിയോട് സലാം പറയണം. അതേപോലെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമാശ്വസിപ്പിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും.
ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ലാ ബഅസ തൊഹൂറുൻ ഇൻഷാ അല്ലാ എന്നുള്ള പ്രാർത്ഥന ഇതോടുകൂടി നിങ്ങൾ മനഃപ്പാടമാക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. ലാ ബഅസ തൊഹൂറുൻ ഇൻഷാ അല്ലാ. ഈ പാഠം മരണത്തെപ്പറ്റി ചിന്തയുണ്ടാക്കുന്ന ഒരു പാഠമാണ്. നമുക്കൊക്കെ മരിക്കാനുള്ളതാണ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു, മരണം ഉറപ്പാണ്, നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മൾ മരിക്കുമെന്നൊക്കെ പറഞ്ഞു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മുസ്ലിം മരിച്ചാൽ എന്നുള്ള ഭാഗം അടിയിൽ വരുന്നുണ്ട്. മരിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അയാളെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നമസ്കരിക്കണം, മറവ് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പാഠം ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം 33, 34 പേജുകൾ നിങ്ങളെല്ലാവരും 1-2 തവണ നിങ്ങൾ വായിക്കണം. ഈ പ്രാർത്ഥന പഠിക്കുകയും വേണം. ലാ ബഅസ തൊഹൂറുൻ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്.